ഹായ് വ്യൂവേഴ്സ്, വത്സപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്കയും മുരിങ്ങയ്ക്കയും വെച്ചിട്ടൊരു തോരനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൂർക്ക എടുത്ത് കഴുകി അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക നമ്മൾ ഇതേപോലെ തന്നെയല്ല ഇടുന്നത്, ഇതിനകത്തെ മാംസളമായ ആ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ രണ്ടായിട്ട് മുരിങ്ങയ്ക്ക കീറി അതിനുള്ളിലേത് നല്ലൊരു സ്പൂൺ കൊണ്ട് ചീകി എടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂർക്ക അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വേവിക്കാം. അപ്പം ഞാനിത് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്, ഒന്ന് വേവട്ടെ. അപ്പം നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്കയുടെ അകത്തെ ആ മാംസളമായ ഭാഗം ചീകിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഉള്ളിലെ ആ മാംസളമായ ഭാഗമെല്ലാം സ്പൂണ് കൊണ്ട് നന്നായിട്ട് ചീകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിയാം. ഇതിന് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതില്ല കൂർക്ക വെന്തതിന് ശേഷം ഇടുന്നത്. ചെറുതായിട്ട് ഞാനിതൊന്ന് അരിയാണ്. കൂർക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ മാംസളമായ ഭാഗം നമുക്കതിനകത്ത് ഇടാം. അപ്പോൾ ഇതൊന്ന് ആവി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പും തയ്യാറാക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഉണ്ടായിരിക്കണം. ഞാനൊരു 1/4 ടീസ്പൂണ് പെരുംജീരകം ഇട്ടാണ് അരയ്ക്കുന്നത്. ചിലർക്ക് പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മറ്റേ നമ്മുടെ ചെറിയ ജീരകമാണെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പെരുംജീരകമാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു നല്ല എരിവുള്ള പച്ചമുളക് ഒരു 4-5 എണ്ണം. അപ്പോൾ എരിവ് വേണ്ടവർക്ക് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. സവാള അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണ് ഒരു സവാള, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം. തേങ്ങ അരമുറി തേങ്ങ ചിരണ്ടിയത്, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇപ്പം വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ അതിൽ ചേർത്തിരുന്ന വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പിൽ ചേർത്തിരിക്കുന്നത് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾ, പെരുംജീരകം, ഒരു ചെറിയ സവാള. ഇത്രയൊന്ന് ജസ്റ്റ് നമ്മൾ ചതച്ചെടുത്താണ്. അപ്പോൾ ഇതൊന്നെടുത്ത് ഇനി ഒന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിരിക്കുകയാണ്. ഉപ്പ് നിങ്ങൾ പാകം നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം കൂർക്ക അടുപ്പിൽ വെക്കുന്ന സമയത്ത് ആവശ്യത്തിന് ചേർത്തിരുന്നു, ഉപ്പ് ചേർത്തിരുന്നു. കടുക് താളിച്ചൊഴിക്കാം. ഇപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം കടുക് ഒരു സ്പൂണ് കടുകും കുറച്ച് കറിവേപ്പിലയും മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടുക് താളിക്കാനായിട്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തയ്യാറാക്കിയതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂർക്ക മുരിങ്ങയ്ക്ക തോരൻ. മുരിങ്ങയ്ക്ക നമ്മുടെ പുറത്തെ തോടെടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ വിളമ്പാൻ നേരത്ത് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.